ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു പ്രതീക്ഷകളോടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് പോലെ ഞമ്മക്ക് നമ്മളെ വീഡിയോ കണ്ടോക്കാല്ലേ ഇന്നത്തേത്. അങ്ങനെ ഇതാട്ടോ, എന്നത്തെയും പോലെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറേ കുപ്പിയും പാട്ടയും പാത്രമൊക്കെ മേശമേൽ അങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് അല്ലേ. മക്കളെ കച്ചവടം കഴിഞ്ഞതിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ അത്. സംഭവം മാങ്ങയും പൈനാപ്പിളും ക്യാരറ്റും അതിന് ഒരു ഉപ്പിലിട്ട് വിറ്റിട്ടുണ്ടായിരുന്നത്. അതിൽ പൈനാപ്പിൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഇട്ടത് മൊത്തം കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേർച്ചേൻ്റെ അന്നും അതുപോലെ ചെറിയ പൈനാപ്പിൾ നോക്കിയിട്ട് 2-3-4 എണ്ണം അതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിനി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മാങ്ങ പിന്നെ കുറച്ചൊക്കെ ഒരു കുപ്പി ഫുള്ളും കംപ്ലീറ്റ് കഴിഞ്ഞു. ഒരു കുപ്പിയിൽ പകുതി മറ്റേ മൊത്തത്തിൽ ഇട്ടത് പിന്നെ മുറിക്കാതെ ഇട്ടത് കുറച്ച് ബാക്കിയുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നാലും കുട്ടികൾ പിന്നെന്താ പറയുക, ഓർക്കൊരു സന്തോഷം കിട്ടിയത് നമ്മൾ ഓർക്ക് രണ്ടാൾക്ക് അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഇതിന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഇക്ക വാങ്ങിക്കൊടുത്ത പൈസയൊക്കെ ഓര് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഓരെക്കൊണ്ട് ഓർക്ക് പറ്റും പോലെയൊക്കെ ഓരും അങ്ങനെ ചെയ്യട്ടെ. ഒന്നാമത്തെ ഈ ഒരു വെയിലും കൊണ്ട് അതിലൊക്കെ ആ ഒരു നടക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും കൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുത്തിയാൽ അവിടെ ഇരുന്നോളല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഒന്നാമത്തെ മെനക്കെട്ടീന് ഇറങ്ങിയത്. നേർച്ചേൻ്റെ സമയത്താണെങ്കിലും പുഴയിലായിട്ടും അല്ലാതെ വെയിലും കൊണ്ട് അങ്ങനെ നടക്കുമല്ലോ. നമ്മളൊക്കെ ആ ഒരു പള്ളീൻ്റെ ആ ഒരു പരിസരത്തൊക്കെ ഉണ്ടാകുക. ഇവർ ഈ ചെക്കന്മാരാകുമ്പോൾ ഒരു റോട്ടുമ്പോൾ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കൂലേ. അതുകൊണ്ടാണ് കേട്ടോ ഓർക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി അവിടെ വെച്ച് കൊടുത്താലേ ഓരെന്തായിക്കോളും അവിടെ അങ്ങനെ ഇരുന്നോളുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുന്നത്. കുറേയൊക്കെ ഞാൻ കാലിയായത് കുപ്പിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് തേച്ച് വെക്കാനൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ കഴുകി വെക്കണം. പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അതൊക്കെ ഇനി കുറച്ചുള്ളത് വേറെ ചെറിയൊരു കുപ്പിയിലേക്ക് മാറ്റണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളങ്ങനെ വിചാരിച്ച് നിൽക്കുക എന്നല്ലാണ്ട് വിചാരണമൊന്നും നടക്കൂല. പിറ്റത്തെ ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കലല്ലേ. അപ്പോൾ ഇന്ന് അതൊക്കെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്നലെ വൈകുന്നേരം കൊടുന്ന് വെച്ചതാണ്. അത് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ. അപ്പം അതിൻ്റെ ഇടയിൽ എന്താണ് നമ്മൾ ചായക്കുള്ള വെള്ളം വെക്കലും ചായ തിളക്കലും പൊടിയിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് കടി ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. ദോശ ഇല്ലാണ്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദോശ ഇല്ലാതെ ഒരു വീടും കടന്നു പോകൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. ഇനിയിപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും അങ്ങനെയാണ് കേട്ടോ. അനങ്ങിയാൽ നമ്മൾ വേഗം ദോശമേലേക്കാണ് വരിക. എളുപ്പത്തിൽ ദോശ പൂരി ഇത് രണ്ടുമാണ് കേട്ടോ നമ്മൾ അധികവും നമ്മൾ പെട്ടെന്ന് അതുപോലെ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം അത് രണ്ടും തന്നെയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ചട്ടിനി അരക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ പിന്നെ ആ കുട്ടികൾക്ക് ആർക്കും ചട്ടിനി വേണ്ട, ചമ്മന്തി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ ദോശക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ദോശ ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചുട്ടപ്പോൾ ഞാൻ അടുപ്പത്ത് തീ കത്തിച്ചിട്ടൊക്കെ അതിന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പിന്നെ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ സ്കൂളും ഇല്ല മദ്രസും ഇല്ല. മദ്രസിനൊക്കെ ലീവാണല്ലോ. സ്കൂൾ മദ്രസൊന്നും ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് പൊതുവേ ഒരു മടി അങ്ങോട്ട് വരികയാണ് കേട്ടോ. പിന്നെ കുറച്ച് കിച്ചണിൽ കയറാനും ഒരു നേരം വൈകൽ, എണീക്കാനും ഒരു ഇത്തിരി നേരം വൈകും. അങ്ങനെയൊക്കെ ആവുന്നതുകൊണ്ട് ആർക്കും എവിടെയും പോകാനില്ല എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് തന്നെ ഉള്ളതുകൊണ്ട് ഇനി അഥവാ അലാറം വെച്ചിട്ടൊക്കെ കിടന്നാലും ഇല്ല, ചിലപ്പോൾ അലാറം ഓഫാക്കിയിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് കിടന്നു പോകും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഗ്യാസുമ്മ തന്നെ അങ്ങോട്ട് ചുടാമെന്ന് വിചാരിച്ചു. വിറക് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേഗം അടുപ്പത്ത് തന്നെ ആക്കാം. എനിക്കാണെങ്കിൽ കുറച്ച് വിറകേ ഉള്ളൂ കേട്ടോ. വിറക് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാം അടുപ്പത്തേക്ക് പോയാൽ പിന്നെ ഞാൻ ചോറ് വെക്കാൻ ഇടങ്ങാറാവും. എനിക്ക് ചോറ് ഗ്യാസുമെന്ന് വെച്ചാൽ എനിക്ക് ശരിയാവില്ല കേട്ടോ. അടുപ്പത്ത് തന്നെ ചോറ് വെച്ചാലേ ഒരു ഇതാവുള്ളൂ. തീരെ അടുപ്പ് കത്തിക്കാഞ്ഞാലും ആവില്ലല്ലോ. അപ്പോൾ കുറച്ച് വിറകുള്ളത് നമുക്ക് ചോറ് വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇപ്പോൾ എന്താണ് ഗ്യാസുമ്മ തന്നെ അങ്ങോട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വേഗം ദോശയും അതുപോലെ ചമ്മന്തി ആക്കി. ചട്ടിനി അരക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ചട്ടിനി ആർക്കും വേണ്ടാന്ന്. പിന്നെ തലേ ദിവസം ഞാൻ ഉള്ളിയും തക്കാളി വാട്ടിയത് വൈകുന്നേരത്തേക്ക് വാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ തന്നെ അങ്ങോട്ട് കുടിച്ചു കേട്ടോ. ഇന്ന് പിന്നെ അടുക്കളയിൽ തന്നെ അങ്ങോട്ട് ഇരുന്ന് കുടിച്ചിട്ടുണ്ടായിനെ. ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പുറത്ത് നടുവിലാത്തേക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് വരും, അല്ലെ പിന്നെ അടുക്കളയിൽ തന്നെ ഇരുന്ന് അങ്ങോട്ട് കുടിക്കും. അപ്പോൾ എന്തായാലും അടുക്കളയിൽ ഇരുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അകൊക്കെ ഒന്ന് വൃത്തിയാക്കി അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതേനു. അപ്പോൾ ചേതി അടിച്ചു വാരിയും കൊണ്ട് നിൽക്കുമ്പോഴാണ് എന്നാൽ പിന്നെ
അതിൻ്റെ മുന്നേ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വിറകില്ല കേട്ടോ. നിങ്ങൾ വിറക് കാണുന്നുണ്ടല്ലോ, തീരെ ഇല്ല കേട്ടോ വിറക്. അപ്പോൾ ഉള്ളത് ഞാൻ ചോറ് വെക്കാനൊക്കെ കണക്കാക്കിയിട്ട് അങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. ചകിരിയും ചിരട്ടയൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെ മുറ്റം വീണ്ടും ഒരു 2-3 മഴ അങ്ങോട്ട് പെയ്തേരെ എന്താ പറയുക, മുറ്റം വീണ്ടും നല്ല പുല്ല് മുളച്ച് കാടായി വരുന്നുണ്ട് കേട്ടോ ചുറ്റുംപുറം. അപ്പോൾ ഒന്ന് എന്തായാലും വൃത്തിയാക്കണം. ഇത് ചെത്തൽ തന്നെയാണ് കേട്ടോ പണി. ആദ്യം നമ്മളിവിടെ വന്ന് കൂടിയിട്ട് ഞാൻ ഈ ഇടക്ക് വരെ എനിക്ക് തന്നെ കേട്ടോ ആകുന്നതിനനുസരിച്ച് ഞാൻ ഈ ചെത്തലും കോരലും തന്നെ ചെയ്യണം. ഇപ്പം എനിക്ക് മടുത്തു കേട്ടോ. നമ്മൾ ഇത് ചെയ്തിട്ടും ഒരു കാര്യം കാണാണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ആർക്കായാലും ഒരു പിരാന്ത് പിടിക്കൂല. മതി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും കേട്ടോ ഞാൻ. എനിക്ക് വയ്യ വിചാരിക്കും, ഇനിയിപ്പോൾ അങ്ങനെ മതി. കുറേ നന്നാക്കി മടുത്തേണ് കേട്ടോ. മരുന്നടിച്ച് കൊടുക്കുക വെച്ചാലും എങ്ങനെ ആയാലും ഇത് പിന്നെയും വരികയാണ്. അപ്പോൾ അത് അവിടെ അങ്ങനെ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ വേഗം തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തപ്പോഴേക്കും നമുക്ക് വിരുന്നാർ വന്നിട്ടുണ്ടായിരുന്നു. വിരുന്നാർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാക്കി തന്നെയാണ്. ഏറ്റവും നമ്മളിക്ക അവിടെ 11 മക്കളാണ് ഞാൻ വീഡിയോയിലൊക്കെ പറയലുണ്ട്. അപ്പോൾ ഏറ്റവും മൂത്ത ഏട്ടൻ്റെ താത്തയും മക്കളും എല്ലാവരും ഒരു നാട്ടിൽ നിന്ന് നേർച്ചക്ക് വന്നതാണ് കേട്ടോ. ഒരു ശനിയാഴ്ച വന്നതാണ്. അപ്പോൾ തറവാട്ടിലാണ് നമ്മളെന്നും കാണുകയൊക്കെ ചെയ്തിരുന്നാലും എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതേനു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്താണ് ഓര് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. താത്ത ഉണ്ട്, അതുപോലെ താത്താൻ്റെ മക്കൾ ഓരോ പെൺകുട്ടികളെ കെട്ടിച്ചതാണ്. ഓരോ രണ്ടാളെയും മക്കളുണ്ട്. അതുപോലെ താത്താൻ്റെ ഉമ്മയും ആങ്ങളുടെ മോളും ഒക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കുറേ നേരം ഇതാ കഥയൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ആർക്കും ചായ ഒന്നും വേണ്ട അറിഞ്ഞുകൊണ്ട് നിച്ചുമോള് പോയി പേരൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുനാരങ്ങ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ വെള്ളവും കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മതി, ഒന്നും വേണ്ടാന്ന് അതിന് പറഞ്ഞു. ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ തറവാട്ടിൽ നിന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മളവിടെ കയറി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് വേണ്ട പറഞ്ഞാലും എന്തെങ്കിലും ഒന്ന് കൊടുക്കാതെ അല്ലെങ്കിൽ കുടിക്കാതെ പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറല്ലേ മനസ്സിന്. അപ്പോൾ ഞാൻ പിന്നെ വേഗം കുറച്ച് ചൂടൊക്കെ ആയതുകൊണ്ട് പിന്നെ ചായക്ക് ഇപ്പോൾ ആർക്കായാലും വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ വെള്ളം കലക്കി കേട്ടോ. വെള്ളം കലക്കിയതും പേരയ്ക്ക് അതുപോലെ ഉപ്പിലിട്ട മാങ്ങേൻ്റെതും അങ്ങനെയൊക്കെ ഉണ്ട്. അതിനകത്തേക്ക് അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ ആയിട്ട് കുറച്ച് നേരം നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഓരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ എൻ്റെ പണികൾ എടുക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എപ്പോഴും വേഗം ഞാൻ അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി ഒക്കെ ഒന്ന് ഇടുക കഴിഞ്ഞിട്ടോ. ഇതിപ്പോൾ ആരെങ്കിലും ഒന്ന് കയറി വരുമ്പോൾ എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ആരെങ്കിലും ഒന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പുരൻ്റെ ഒരു കോലം പറയേണ്ടി അല്ലേ. ഒക്കെ പണികളൊക്കെ നേരത്തെ തീർത്തൊക്കെ വൃത്തിയായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ കുട്ടി ഇങ്ങോട്ട് വരൂല്ല അല്ലേ. അങ്ങനെയുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടാവലുണ്ടോ അല്ലേ? എനിക്കങ്ങനെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഇന്ന് ഞാനൊന്നും എടുത്തിട്ടില്ല. ഇനി എല്ലാത്തിനും നേരം വൈകി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അടിച്ചു വാരിയിട്ട് വരെ ഇല്ല ഇനി കേട്ടോ. അപ്പോഴാണ് ഓര് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓര് പോയതിൻ്റെ ശേഷം എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി നമ്മൾ സാധാരണ എടുക്കും പോലെ തന്നെ എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടു. പിന്നെ ഇതാട്ടോ പാത്രം കഴുകുകയാണ്. ഇന്ന് അടിച്ചു വാരൽ കുറച്ച് അടുക്കളയിൽ കുറച്ച് കൂടുതൽ പണി ഉണ്ടായിട്ട് നമ്മൾ ചിലപ്പോൾ ഈ ഒരു സാധനങ്ങൾ കൊണ്ടുവന്ന് കുപ്പിയിലിട്ടതിൻ്റെ ബാക്കിയൊക്കെ ആയിട്ട് നമ്മൾ ഓരോരോ പൊതിയും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊട്ടയിലൊക്കെ ആക്കി കുറച്ച് സാധനങ്ങൾ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടാവുമല്ലോ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ വെച്ചത് ഞാൻ ഇടയിൽ എടുത്തിട്ട് അതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി പിന്നെ കുപ്പിയിലിടാനുള്ളതൊക്കെ ഇടും. അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും അങ്ങനെയൊക്കെ നിന്നു കേട്ടോ. ഞാൻ ഇന്ന് എന്തായാലും നേരം വൈകി. എന്നാൽ പിന്നെ അതൊക്കെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറേ അങ്ങനെ വെക്കുമ്പോൾ എന്തോ ഒരു പെരങ്ങിയ പോലെ ആകുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ അത് അടുക്കള അങ്ങനെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിന്നെ കുറച്ചും കൂടെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ വൃത്തിയാക്കലും പിന്നെ കുറലോട് പാത്രം കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ചോറ് നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ചോറിന് അരി ഇടലും പിന്നെ എന്താ പറയുക തീ കത്തിക്കലൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അലക്കാനുള്ള തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അലക്കലും ഒലുമ്പലൊക്കെ കഴിച്ചു അതിൽ നിന്ന് തന്നെ. പിന്നെ പുതിയ ഡ്രസ്സുകൾ കുറച്ച് കല്ലുമെന്ന് അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ട് മെഷീനിലിടാനുള്ളത് അതിലങ്ങോട്ട് അലക്കിയിട്ട് പിന്നെ കല്ലുമത്ത് അലക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. പൊരിഞ്ഞ വെയിലാണ് കേട്ടോ. പൊരിഞ്ഞ വെയിൽ പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ്. മുറ്റത്തൊക്കെ ഇറങ്ങിയാൽ നമ്മൾ തന്നെ കരിഞ്ഞുണങ്ങിപ്പോവും. അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ എന്താ പറയുക പുതിയ ഡ്രസ്സുകളൊക്കെ തന്നെ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ അല്ലേ ഇടുക. അതാണ് പിന്നെ തുണി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കേട്ടോ. മുറ്റത്ത് വെയിലത്ത് ഇടാൻ പറ്റണത് ഇവിടെ ഇടും. അല്ല സൈഡിൽ ഇടേണ്ടതൊക്കെ ടാർപ്പായിൻ്റെ ഉള്ളിൽ അവിടെ കെട്ടിയിട്ടുണ്ടല്ലോ അല്ലെ വീടിൻ്റെ സൈഡിൽ കൂടെ. അങ്ങനെ വെയിൽ കൊള്ളാത്തോടത്ത് ഇടാനുള്ളതെടുത്ത് കുറേ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. അതാണ് പിന്നെ വെച്ചിട്ട് ഇതാവണം. പിന്നെ ട്രൈപ്പാഡ് ഒരു സ്ഥലത്ത് അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ. നമ്മൾ പോണേലെ വല്ലാണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റലൊരു വല്ലാത്തൊരു അടുങ്ങാറ് തന്നെയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഞാൻ ഒരു ഭാഗത്ത് തന്നെ അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് തുണികൾ അവിടെ ഇവിടെയൊക്കെ കൊടുന്നിട്ടതാണ്. അപ്പോൾ ഞാൻ പുതിയൊരു ട്രൈപ്പാഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. മറ്റേതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. ഇനിയിപ്പം ഉപയോഗിച്ച് നോക്കട്ടെ. ഒന്നെന്നെ നാശമായ എൻ്റെത് സങ്കടം മാറിയിട്ടില്ല കേട്ടോ. കാരണം ഒരു മാസം പോലും
ഉപയോഗിക്കാണ്ടാണല്ലോ അത് നാശമായി പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും ആവാണ്ട് നിൽക്കട്ടെ വിചാരിച്ചിട്ട് നമ്മൾ പെറ്റ കുട്ടികളെ നോക്കും പോലെയാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. മക്കളെ കൊണ്ട് ഞാൻ തൊടിയിക്കലന്നില്ല കേട്ടോ, എനിക്ക് പേടിച്ചിട്ട്. ഇനിയും പൊട്ടിയിട്ട് വേറെയും വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും കേട്ടോ ഇക്ക. അപ്പോൾ പിന്നെ എന്താ പറയുക, അതിന് ഞാൻ അങ്ങനെയും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, തുണികളും ആറിട്ട് കഴിഞ്ഞ് പിന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടികളും പണികളും തുടക്കലും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. കറി പിന്നെ തലേ ദിവസത്തൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്ക് പിന്നെ ഞാനും മക്കളും തന്നെ അല്ലേ ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ ഇനി വൈകുന്നേരം എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ. എന്തൊക്കെയൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു, അച്ചാറും അതും ഇതൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇക്ക ഉണ്ടായിട്ടില്ല, ഞാനും കുട്ടികളും അങ്ങനെ അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഞാൻ നമ്മളെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് തറവാട്ടിലേക്ക് ഇറങ്ങി വന്നതാണ്. ഇത് എപ്പോഴോ വന്ന വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ എല്ലാവരും പാടെ കഥ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പോയിക്കോ ഒക്കെ അറിയാം കുറച്ച്. കഴിഞ്ഞ അപ്പോൾ ഇവിടെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും പിന്നെ താത്തയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചക്കര അനിയത്തി പെങ്ങളും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും നേർച്ചക്ക് വന്നതാണ്. എല്ലാവരും തറവാട്ടിലുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ വർത്താനം പറഞ്ഞാൽ ഇരുന്ന് സമയം ഇപ്പോൾ 9 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാനെ കാത്തു കഴിഞ്ഞാൽ എല്ലാവരും പാടെ പിന്നെ പടക്കവും പൂത്തിരിയും അതും ഇതൊക്കെ വരുമ്പോൾ കൊണ്ടുവരാൻ നമുക്ക് എന്നിട്ട് പൊട്ടിക്കാമെന്ന് പറഞ്ഞിരുന്നു. സാധനം നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്, ആളെ കിട്ടിയിട്ടില്ല ഇനി കേട്ടോ. അപ്പോൾ ഉപ്പച്ചി വരുന്നവരെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും ഈ നാഫിക്കൊന്നും ഒരു സബൂറില്ല. ടേറ്റിയൊക്കെ ഇതൊന്ന് പൊട്ടിച്ചിട്ടേ വേണം പുരേ പോവാൻ. അപ്പോൾ ഇതാ എന്തൊക്കെയോ കമ്പിത്തിരിയും അതുപോലെ പടക്കവും ആ നിലച്ചക്രവും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിനി കേട്ടോ. അത് എല്ലാവരും കൂടി ഇരുന്ന് കുട്ടികൾക്ക് ഒരു സന്തോഷമല്ലേ വെച്ചിട്ട് വാങ്ങിക്കൊടുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ തറവാട്ടിൽ നിന്ന് തന്നെ അത് ഒക്കെ പൊട്ടിച്ച് കത്തിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അകത്ത് കയറിയിട്ടില്ല സത്യം പറഞ്ഞാൽ. വന്നപ്പോൾ ഇരുന്ന് ഇരുത്താണ് കേട്ടോ ഈ ഒരു പുറത്ത് ചേതിമേൽ. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ ഇരുന്നതായിരുന്നു. കുട്ടികൾക്ക് പെരുന്നാൾ രാവ് പോലെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ മേലെ പള്ളിപ്പെരുന്നാൾ ഒരു ഇതൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ലൈറ്റും അതും ഇതും പൂത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ ഇവിടുന്ന് അട്ട നോക്കി നിൽക്കുന്നു എന്നുള്ളത്. അപ്പം ഇക്ക വാങ്ങി കൊടുന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും മക്കളും എല്ലാവരും തറവാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് തന്നെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതും എടുത്ത് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ എല്ലാവരും പാടാകുമ്പോൾ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവിടുത്തെ പൊട്ടിക്കലും കത്തിക്കലും ലൈറ്റും അതും ഇതൊക്കെ കഴിഞ്ഞതാ. ഞങ്ങൾ നേരെ ഒരു 9 മണി 9:30 ഒക്കെ ആയപ്പോൾ തിരിച്ച് പുരയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ചക്ക് കറി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, വേഗം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഉണ്ടായിന് കേട്ടോ. മുരിങ്ങച്ചപ്പ് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അത് വേഗം മുരിങ്ങച്ചപ്പ് താളിക്കാൻ മുട്ടയുണ്ട്, അത് പൊരിക്കുകയും ചെയ്യുക. പിന്നെ അച്ചാറും വടുകയും ഉണക്കമുളകും എന്താ പറയുക, പെങ്ങളെ വീട്ടിൽ നിന്ന് വടുകയും കൈപ്പയ്ക്കൊക്കെ ഉണക്കിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പൊരിച്ച് ഇന്ന് അങ്ങനെ അങ്ങോട്ട് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇക്ക ചിക്കൻ വാങ്ങാനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പിന്നെ താഴെ തറവാട്ടിൽ പോയി ആ ഇരുത്തം വൈകുന്നേരം പോയിട്ട് പിന്നെ ഇപ്പോഴല്ലേ കയറി വരുന്നത്. അപ്പോൾ പിന്നെ അതിനങ്ങോട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ പിന്നെ ഇതും കൊണ്ടൊക്കെ അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ വേഗം മുരിങ്ങച്ചപ്പ് ഒന്ന് താളിച്ചെടുക്കുകയാണ്. വേഗം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ കൂടെ പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ആ ഒരു എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കഞ്ഞിവെള്ളം ഇതാ കഞ്ഞിക്കലം ഇവിടെ കൊടുന്ന് വെച്ചാണ് കേട്ടോ. വേണ്ട വെള്ളം അങ്ങോട്ട് ഒഴിക്കാൻ വിചാരിച്ചിട്ടാണ്. എനിക്ക് ചപ്പ് താളിക്കണേൽ കുറച്ച് കഞ്ഞിവെള്ളം അല്ല കേട്ടോ ഇഷ്ടം. എനിക്ക് കുറച്ച് ചപ്പായാലും കുറച്ച് കൂടുതലായിട്ട് ആ ഒരു കഞ്ഞിവെള്ളം ആ ഒരു താളിപ്പ് ആണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് കേട്ടോ താളിച്ചെടുക്കൽ. ചപ്പും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു താളിപ്പ് ഉണ്ടാക്കി. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചപ്പ് താളിച്ചതൊക്കെ. പരിപ്പ് താളിച്ചതിനെക്കാട്ടിയും അങ്ങനത്തേനെക്കാട്ടിയൊക്കെ ഇഷ്ടം, സാമ്പാറിനെക്കാട്ടി ഇഷ്ടം വരെ എനിക്ക് ഈ ചപ്പ് താളിച്ചത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉണക്ക് പൊരിച്ചതോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് കഴിക്കാൻ. മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴെങ്കിലും അല്ല ഇനി എപ്പോഴായാലും താളിപ്പ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അതിൽ ഇക്കാക്കാണ് പിന്നെ ചപ്പ് ഞാൻ താളിക്കുകയാണെങ്കിൽ ഇക്കാക്ക് കുറച്ച് ഉപ്പേരിനോടാണ് കുറച്ചൊരിത്, എന്നാലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞാൻ ഓംപ്ലേറ്റിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഓരോന്ന് ഈ ചുട്ട് ഇതാക്കി എടുക്കണ്ട. അപ്പോൾ പിന്നെ ഒന്നായിട്ട് ഒപ്പരൊരു ഉപ്പേരി പോലെ ഇങ്ങനെ ചിക്കി എടുക്കൂലേ, അപ്പോൾ അതുപോലെ അങ്ങോട്ട് ആക്കാം. എന്നാൽ പിന്നെ ഒറ്റ ഇതിൽ പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് തന്നെ നല്ലോണം കുറച്ച് കൂടുതൽ ഉള്ളി ഇട്ടിട്ടാണ് കേട്ടോ ഞാനൊക്കെ, എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. വല്ലാതെ ഉള്ളി കൂടുതൽ ഇടുമ്പോൾ അതിങ്ങനെ കടിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇത് അങ്ങോട്ട് പാർന്നിട്ട് ഇതാട്ടോ അങ്ങനെ ഇളക്കി ഒരു ഉപ്പേരി പോലെ അങ്ങോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ഞാൻ കൈപ്പക്കയും അതുപോലെ ഉണക്ക മുളക് പൊരിച്ച് വെച്ചതും അച്ചാർ ഒക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇത് അവിടെ കൊടുന്ന് വെച്ചിട്ട്, ഇതൊക്കെ പെങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഉണക്കിയ സാധനങ്ങളൊക്കെ. അപ്പോൾ ചോറൊക്കെ വിളമ്പി എല്ലാം ചട്ടിയോടെ അങ്ങോട്ട് കൊടുന്ന് വെച്ചിന് കേട്ടോ. വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രം തന്നെ അല്ലേ വിചാരിച്ചിട്ട് ചപ്പ് താളിച്ചതിൻ്റെ ചട്ടി അതുപോലെ മുട്ട ഉപ്പേരീൻ്റെ ചട്ടിയൊക്കെ ഇവിടെ അങ്ങോട്ട് കൊടുന്ന് വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.